Hi all, welcome to I Plus. ഞാൻ അക്ഷര. നമുക്കറിയാം കേട്ടിട്ട് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും ഒരുപാട് ഇംഗ്ലീഷ് പെഡഗോജിയുടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് പെഡഗോജി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടും BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ടേംസ് എല്ലാം കേട്ട് നല്ല പരിചയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകിച്ച് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് 15 മാർക്കിന് ഇംഗ്ലീഷ് പെഡഗോജി പോവുകയാണ്. കേട്ടിട്ടും ആ ഒരു പരീക്ഷയുടെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള പെഡഗോജി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെന്നല്ല എല്ലാവരും എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കുറേയൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല തന്നെയാണ് ഇംഗ്ലീഷ് പെഡഗോജി. അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുവെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Habit formation through repetition is a component of which method? നമുക്കറിയാലോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്, അപ്രോച്ചസ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഓരോ മെത്തേഡുകളെക്കുറിച്ചും കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യമുള്ള ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് മുതൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റീസെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വരെ എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോന്നിനും എന്താണ് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, ബെനിഫിറ്റ്സും ഉണ്ട്, ഡ്രോബാക്സും ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതേപോലെ ഇപ്പോൾ തന്നെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫീച്ചറാണ് ചോദ്യമായിട്ട് തന്നേക്കുന്നത്. എന്താണ്? ഹാബിറ്റ് ഫോർമേഷൻ ത്രൂ റെപ്പറ്റീഷൻ. എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു കൺസെപ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരേ സംഗതി തന്നെ കേട്ട് ഹാബിച്വലായിട്ടുള്ള ഒരു രീതിയിൽ മാറുന്നു. അത് ഏത് മെത്തേഡിൻ്റെ കമ്പോണൻ്റ് ആണ് എന്നാണ് ചോദ്യം. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ഓഡിയോ ലിംഗ്വലിസം, ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, കൺസ്ട്രക്റ്റീവിസം. അപ്പോൾ നോക്കിക്കേ, ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പം അതോടൊപ്പം എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുമായിട്ടത് കണക്റ്റഡ് ആണ്? ബിഹേവിയറിസവുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. ബിഹേവിയറിസത്തിൽ എന്താണ് നമ്മളൊരു കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ഒരു കാര്യം എന്താണ് പെർഫെക്റ്റ് ആക്കി എടുക്കുന്ന രീതിയിൽ നമ്മൾ ജനറലായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു രീതി, ആ ഒരു കൺസെപ്റ്റും ഏത് മെത്തേഡിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം. അത് ഓഡിയോ ലിംഗ്വലിസം അല്ലെങ്കിൽ ഓഡിയോ ലിംഗ്വൽ മെത്തേഡിലാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഓഡിയോസ് കേൾക്കുന്നു, കേട്ട് ആ ഒരു സംഗതി റിപ്പീറ്റ് ചെയ്ത് കേട്ട് എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ പണ്ട് എന്താണ് ആർമിയിലൊക്കെ ഈ ഒരു മെത്തേഡ്, ആർമിയിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട്, ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കാനായിട്ടൊക്കെ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തതുകൊണ്ട് അതിന് മറ്റൊരു പേരും പറയാറുണ്ട്. എന്താണ്? ആർമി മെത്തേഡ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഓഡിയോ ലിംഗ്വലിസം അല്ലെങ്കിൽ ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് അല്ലെങ്കിൽ ആർമി മെത്തേഡ് എന്താണ്? ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹാബിറ്റ് ഫോർമേഷൻ ത്രൂ റെപ്പറ്റീഷൻ. ഒരു സംഗതിയെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് അത് എന്താണ് ബിഹേവിയറിൻ്റെ ഭാഗമായി മാറുന്നു. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് ചെയ്യുന്നു? ലാംഗ്വേജ് ലേണിംഗ് നടക്കുന്നതാണ്. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്, അത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് അല്ലെങ്കിൽ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ലേണിംഗ്, TBLT അല്ലെങ്കിൽ TBLL എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സംഗതി എന്താണ്? ഈ ഒരു ടാസ്ക് കൊടുക്കുക, പല ടാസ്കുകളിലൂടെ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? ഇത്തരത്തിലുള്ള റെപ്പറ്റീഷനൊന്നുമില്ല. ഓരോ കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നു, ഓരോ ടാസ്ക് കൊടുക്കുന്നു, ടാസ്കിൽ അവർ പെർഫോം ചെയ്യുന്നു, അതിലൂടെ ലാംഗ്വേജ് പഠിക്കുന്നു. TBLT. then എന്താണ്? കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് പറയുന്ന ഒരു അപ്രോച്ച് തന്നെയാണ്. എന്താണ്? നോളജ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. മുൻ അറിവുകളെ, പ്രീവിയസ് നോളജിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. അടുത്ത ചോദ്യം. എ ടീച്ചർ ഓഫ് ക്ലാസ് 7 asked her learners to bring at least 2 or 3 objects from home, and she asked them to exchange the objects among themselves. She now asked them to describe the objects in their hands in at least 10 sentences. What are the objects known as in language teaching learning മെറ്റീരിയൽ? അപ്പം നോക്കിക്കും, സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു സംഗതി എന്താണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലാക്കി പറയണം. ടീച്ചർ കുട്ടികളോട് വീട്ടിലുള്ള കുറച്ച് ഒബ്ജക്ട്സ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ട് അതിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് 10 സെൻറ്റൻസ്, അറ്റ്ലീസ്റ്റ് 10 സെൻറ്റൻസ്, കയ്യിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് 10 സെൻറ്റൻസ് പറയാനായിട്ട് പറയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ് ഈ ഒരു മെറ്റീരിയലിനെ, ടീച്ചിങ് ലേണിങ്ങിന് ശരിക്കും നമ്മൾ പലതരത്തിലുള്ള എയ്ഡ്സ് ഉപയോഗിക്കാറുണ്ടല്ലോ, ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കാറുണ്ടല്ലോ, ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള ഈ ഒബ്ജക്ട്സ് കൊണ്ടുവന്നിട്ട് അതിനെ ടീച്ചിങ് ലേണിംഗ് എയ്ഡായിട്ട് ഉപയോഗിക്കുന്നതിന് എന്താണ് പറയുന്നത്? ഒബ്ജക്റ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്?
റിയലിയ, ഹോം ഒബ്ജക്ട്സ്, ടീച്ചേഴ്സ് മെറ്റീരിയൽസ്, ഇൻപുട്ട് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ എന്താണ് 4 ഓപ്ഷനും കേൾക്കുമ്പോഴത്തേക്ക് എന്താണ് 4 ശരിയാണെന്നൊക്കെ തോന്നും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടൊരു പേരുണ്ട്. എന്താണ് ആ പേര്? റിയലിയ. റിയലിയ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അത് പഠിച്ച് വെച്ചോണം. ഇത്തരത്തിൽ എന്താണ് റിയൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ എന്താ നമ്മൾ പറയുക? റിയലിയ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കത് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലാണ്, ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടാണോ, വീട്ടിലെ ഒബ്ജക്റ്റാണോ ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് ഇത്തരത്തിൽ ഒബ്ജക്ട്സ് കൊണ്ടുവരുമ്പോൾ അതിനെ എന്താ പറയുക? റിയലിയ എന്നാണ് പറയുന്നത്. ഒറ്റ തവണ കേട്ടാൽ മതി, ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ എന്താണ് നിങ്ങളുടെ സ്കീമിൽ അത് പതിഞ്ഞ് കഴിഞ്ഞു, നിങ്ങൾ ഇനി അത് മറക്കില്ല. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് ഈസ് എ പ്രോസസ് ഇൻ ദ ടോപ്പ് ഡൗൺ അപ്രോച്ച് ടു ടീച്ചിങ് ലേണിംഗ് ഓഫ് ലിസണിങ്. അപ്പോൾ നമുക്കറിയാം ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് LSRW സ്കിൽസിനെ കുറിച്ചും അവയുടെ സബ് സ്കില്ലുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ എന്താണ് അതിൽ വരുന്ന പ്രോസസ്സുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ വെറുതെ കേൾക്കുകയല്ല, ശ്രദ്ധാപൂർവം എന്താണ് കേൾക്കുന്ന ഒരു രീതിയാണ് ലിസണിങ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഹിയറിങ്ങും ലിസണിങ്ങും സെയിം ആണെന്ന്. അല്ല, ഹിയറിംഗ് എന്ന് വെച്ചാൽ എന്താ, വെറുതെ ശബ്ദങ്ങളെല്ലാം നമുക്ക് കേൾക്കാം, പക്ഷേ അത് എന്ത് എന്ന് നമ്മൾ ശ്രദ്ധ കൊടുത്ത് കേൾക്കുമ്പോഴാണത് ലിസണിങ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നോക്കാം, ഈ ലിസണിങ് എന്നുള്ള സ്കില്ലിൽ തന്നെ എന്താ പറയുന്നത്, ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു പ്രോസസ്സ് വരുന്നത് എവിടെയാണെന്നാണ്. ഡിസ്ക്രിമിനേറ്റിംഗ് ബിറ്റ്വീൻ ഇൻടോണേഷൻ കോമ്പൗണ്ട്സ്, ഡിസ്ക്രിമിനേറ്റിംഗ് ബിറ്റ്വീൻ ഫോണീംസ്, റെക്കഗ്നൈസിങ് പ്രോമിനൻറ്റ് ഡീറ്റെയിൽസ്, റെക്കഗ്നൈസിങ് ദ ടോപ്പിക്. അപ്പം നോക്കിക്കേ, ഒന്നുമില്ല, നമ്മളൊരു സംഗതി ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഡൗൺ അപ്രോച്ച്, അപ്പോൾ ഏറ്റവും മെയിനിൽ നിന്ന് ടോപ്പ് ഡൗൺ ഒരു ചെറിയ ചെറിയ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഈ കൂട്ടത്തിൽ എന്തായിരിക്കും? അപ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും ആദ്യത്തെ സംഗതി തന്നെ എന്താണ്, റെക്കഗ്നൈസിങ് ദ ടോപ്പിക്. അതിന് നമുക്ക് ടോപ്പിക്ക് മനസ്സിലാവണ്ടേ, എന്നാലല്ല, അതല്ലേ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. ഏറ്റവും നമ്മളൊരു ഹെഡിങ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ നിന്ന് ബാക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ വലിയ സംഗതിയാണെന്ന് തോന്നും, പക്ഷേ സിമ്പിളാണ്. നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. നമുക്കറിയാവുന്ന ടേംസൊക്കെ തന്നെയാണ്. ജസ്റ്റ് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, വേർഡ്സ് വിച്ച് വൺ റെക്കഗ്നൈസസ് വെൻ വൺ ഹിയേഴ്സ് ഓർ സീസ് ദം ആർ ഡാഷ്. അപ്പോൾ എന്താണ്, ഏതെങ്കിലും പെർട്ടിക്കുലർ വേർഡ്സ് നമ്മളത് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത്തരം വാക്കുകളെ നമ്മൾ പറയുന്ന പേര് എന്തെന്നാണ് ചോദ്യം. പ്രൊഡക്റ്റീവ് വൊക്കാബുലറി, റിസപ്റ്റീവ് വൊക്കാബുലറി, എക്സ്പ്ലിസിറ്റ് വൊക്കാബുലറി, ഇംപ്ലിസിറ്റ് വൊക്കാബുലറി. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഒരു വാക്ക് കേൾക്കുന്നു അല്ലെങ്കിൽ കാണുന്നു, അപ്പോൾ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്താണ്, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിച്ചേക്കുന്ന കുറേ വാക്കുകളൊക്കെ കാണുമല്ലോ, അതും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിനെ എന്താ പറയുക, അതിനെ പറയുന്നതാണ് റിസപ്റ്റീവ് വൊക്കാബുലറി. നിങ്ങൾ റിസീവ് ചെയ്യില്ല, ഞാൻ പറയുന്നതും സ്ക്രീനിൽ എഴുതിയേക്കുന്നതും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റിസീവ് ചെയ്യുകയാണ്. എന്നാൽ നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവിടുത്തെ എവിടെ എന്താണ് അത് പ്രൊഡക്റ്റീവ് വൊക്കാബുലറി ആയിട്ട് വരും. ലാസ്റ്റ് ചോദ്യം ഇതാണ്, പെഡഗോജിക്കൽ ഗ്രാമർ മീൻസ് ദാറ്റ്. എപ്പോഴും കേൾക്കാറുണ്ട് പെഡഗോജി ഗ്രാമർ, പെഡഗോജിക്കൽ ഗ്രാമർ. എന്നാൽ പെഡഗോജിക്കൽ ഗ്രാമർ എന്ത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ആൾ ഗ്രാമർ ടീച്ചിങ് ഷുഡ് ബി റൂൾ ഫോക്കസ്, ടീച്ചിങ് ഗ്രാമർ ഇൻ കോണ്ടെക്സ്റ്റ്, ബിഗിൻ ഫ്രം ഫോം ആൻഡ് മൂവ് ഓൺ ടു യൂസ്, ടീച്ചിങ് ത്രൂ ഇമോഷൻ. അപ്പം നോക്കിയേ, പെഡഗോജിക്കൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ സംഗതി എന്താ? അപ്പോൾ 4 ഓപ്ഷൻ നോക്കിയേ. ഗ്രാമർ എപ്പോഴും റൂൾ അനുസരിച്ച് പഠിക്കണം. ചെറിയ ക്ലാസ്സിൽ നമ്മളും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലായി എന്താണ്, അങ്ങനെ സ്ട്രിക്റ്റ് റൂള് ഫോളോ ചെയ്ത് നമുക്ക് ഗ്രാമർ പഠിക്കാനായിട്ട് പറ്റില്ല. ടീച്ചിങ് ഗ്രാമർ ഇൻ കോണ്ടെക്സ്റ്റ്, അതെന്താണ്, ഓരോ കോണ്ടെക്സ്റ്റിൽ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, സന്ദർഭങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. ബിഗിൻ ഫ്രം ഫോം ആൻഡ് മൂവ് ഓൺ ടു യൂസ്, ഫോം ആദ്യം പഠിക്കുക, യൂസിലോട്ട് പോവാം. ആൻഡ് ഫൈനലി ടീച്ചിങ് ത്രൂ ഇമോഷൻ, അതിലെന്താണ് മുഴുകി പഠിക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ആൻസർ എന്താണ്, ടീച്ചിങ് ഗ്രാമർ ഇൻ കോണ്ടെക്സ്റ്റ്. ഈ കൂട്ടത്തിൽ എന്താണ്, നമുക്കൊരു സന്ദർഭം കൊടുത്ത് പഠിക്കുമ്പോഴാണ് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നതും അതെന്താണ് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്ന് നമ്മുടെ പെഡഗോജിക്കൽ അപ്രോച്ച് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്താണ്, പെഡഗോജിക്കൽ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടീച്ചിങ് ഗ്രാമർ ഇൻ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ 5 ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്